ആ എണീറ്റോ? ഇപ്പോഴാണോ എണീറ്റ് വരുന്നേ? ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത്? ഞാൻ അങ്ങനത്തെ കർശനമായിട്ട് അമ്മായിയമ്മയൊന്നും അല്ല കേട്ടോ. എന്തപ്പോ ഇങ്ങനെയൊക്കെ? ഇതൊക്കെയാണോ പഠിപ്പിച്ചിട്ടേക്ക്? നല്ലോണം ആവണം കേട്ടോ. വിഷമിച്ച് വന്നിട്ട് കാര്യമൊന്നുമില്ല. എല്ലാം ശ്രദ്ധിച്ച് കണ്ട് ചെയ്യാൻ പറഞ്ഞു തരേണ്ടത് അവനവന്റെ അമ്മമാരും കുടുംബക്കാരൊക്കെയാണ്. മറ്റൊരു വീട്ടിൽ ചെല്ലുകയാണ്, ഈ സമയത്താണോ ആയിട്ട് വരുന്നത്? എന്താ ഇങ്ങനെയൊക്കെ? എങ്കിലും നമ്മുടെ കുടുംബത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കണം. 5 മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് എണീക്കണം കേട്ടോ. അല്ലാതെ നമ്മളന്ന് ഈ 7 മണി വരെ ഒന്നും ആരും ഇവിടെ കിടന്നുറങ്ങൂല. ഇവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ ഇത് കണ്ടിട്ടുണ്ടേ തീർന്നു. അപ്പൊ മോളൊരു കാര്യം ചെയ്യുക, നാളെ മുതൽ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എണീക്കുക, കുളിച്ചിട്ടൊക്കെ അടുക്കളയിലോട്ട് കയറുക കേട്ടോ. അല്ലാതെ ഒന്നും നടക്കൂല. ഇവിടെ ഇപ്പോ കുറേ പണികളുണ്ട്. ചേട്ടന്റെ കാര്യമില്ലേ, ചേട്ടത്തിയാണ് എല്ലാം എടുക്കല്. എന്നെ കൊണ്ടൊന്നും വയ്യ, ഒന്നും എടുക്കലങ്ങനെ നടക്കൂല. അപ്പോ നിങ്ങൾ രണ്ടും കൂടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. എനിക്ക് വയസ്സും പ്രായമൊക്കെ ആയി, തന്തയാണേലും അവിടെ ഇരിക്കേണ്ടത്. എന്നെ കൊണ്ട് പറ്റൂല കേട്ടോ. അപ്പൊ ഈ കൊല്ലത്തിൽ തന്നെയാണോ അപ്പൊ അങ്ങോട്ട് പോണേ? കുളിക്ക് പോയിട്ട് കുളിച്ചിട്ടൊക്കെ അടുക്കളയിൽ കയറി കേട്ടോ. ഇതൊന്നും അമ്മമാര് പറഞ്ഞു തന്നിട്ടില്ല എന്ന് തോന്നൂലേ? കുഴപ്പമില്ല, കുളിച്ചിട്ടൊക്കെ അടുക്കളയിൽ കയറി. ഏട്ടത്തി പറഞ്ഞോ, എണീറ്റോ? ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും വലിയ പരിചയമില്ലല്ലോ. ചേച്ചി ഒന്ന് പറഞ്ഞു തരണോ? അത് സാരമില്ല, ഞാൻ സഹായിക്കാം. എന്നോടൊന്നും ചോദിക്കണ്ട ഇവിടത്തെ കാര്യങ്ങളൊക്കെ. അമ്മയോട് തന്നെ ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞപ്പോ ചേച്ചിയോട് ചോദിക്കാൻ പറഞ്ഞു, അതാണ്. ഇനി നമ്മൾ പറഞ്ഞു തന്നിട്ട് നീ ചെയ്യുന്ന രീതിയും ഞാൻ പറഞ്ഞ രീതിയും അതൊന്നും ചിലപ്പോ ഇവിടെ കുടിച്ചൊന്നും വരില്ല. നീ കാണും പോലെ ഒന്നും അല്ല. നീ എവിടെ എന്താന്ന് ചോദിച്ചിട്ട് ചെയ്തോ. ഇഷ്ടംപോലെ പാത്രമൊക്കെ കഴുകാനില്ലേ, എന്തേലൊക്കെ ചെയ്യും.
ഹലോ. ആ മോളെ. അമ്മേ, ഞാനാണ്. പറഞ്ഞ മോളെ, എന്താ വിശേഷം? ഒന്നുമില്ലമ്മേ, വെറുതെ വിളിച്ചതാ. നിനക്ക് സുഖാണോ? സുഖാണ്. എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. എല്ലാവർക്കും ഇഷ്ടമാണോ മോളെ? ഇല്ലമ്മേ, വിഷമമൊന്നുമില്ല. അമ്മ ചോദിച്ചപ്പോ എന്റെ അമ്മേനെ അങ്ങ് മിസ് ചെയ്തു, അതുകൊണ്ടാ. ഇല്ല, അമ്മയും ചേച്ചിയും എല്ലാരും ഭയങ്കര സ്നേഹം. ഏട്ടാ എണീറ്റിട്ടില്ല. മോള് വിരുന്ന് വരുന്നില്ലേ ഇങ്ങോട്ട്? വിരുന്നിന്റെ കാര്യമൊന്നും അമ്മേനോട് ചോദിച്ചില്ല. അമ്മ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. അമ്മയോട് ചോദിച്ചിട്ട് ഞങ്ങള് വരാമേ. മോള് ചോദിച്ചിട്ട് വിളിക്കൂ കേട്ടോ. ആയിക്കോട്ടെ. എന്നാ ശരി മോളെ. ശരി, എന്നാ വരുമ്പോ കാണാം. ഒരു കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കടക്കൊക്കെ കൂടെ എല്ലാം നാശാക്കി മക്കളെല്ലാം കൂടെ ചെയ്തിട്ട്. ഇപ്പൊ ഇതെല്ലാം കൂടെ അലക്കി പെറുക്കി വരുമ്പോ ആ പെണ്ണിനെ കൊണ്ട് ഞാൻ അലക്കിക്കാം. അലക്കട്ടെ. ഇപ്പഴേ തലയിൽ കയറ്റി വെച്ച് നടന്നാലേ തലയിലായി പോവും. എന്തൊക്കെ ചെയ്യാനുണ്ടോ ആവോ. ഇതെല്ലാം കൂടി ഒന്ന് അലക്കിട്ടോ. എന്റെ കിടക്ക മൊത്തം മക്കള് നാശാക്കീനു. അതെല്ലാം കൂടി ഒന്ന് അലക്കി മുക്കി കൊണ്ടുപോയി വെക്ക്. അമ്മേ. എന്താണാവോ. വീട്ടിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളോട് വിരുന്ന് അങ്ങോട്ട് ചെല്ലുന്നില്ലേന്ന് ചോദിച്ചോണ്ട്. വിരുന്ന് പോവാൻ എപ്പോഴോ? ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. അങ്ങനത്തെ ഒക്കെ നാട്ടു നടപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ പണ്ട്. ഇപ്പൊ ഇന്നലെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്ന ഒരുത്തിനെ പിന്നെ ഒറ്റ ദിവസം വിരുന്നിന് പോവുക, ഇതൊന്നും ഇപ്പൊ ഉള്ള കാര്യങ്ങളല്ല കുട്ടി. കുറെ കഴിയട്ടെ, ഒരു 4 ദിവസമൊക്കെ കഴിയട്ടെ, എന്നിട്ട് പോകാം. ഇന്നലെ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. പെണ്ണ് പോവാൻ നിൽക്കുക, അവക്ക് ജോലി ഉണ്ട്, അവക്ക് പോവാൻ നിൽക്കുക. അപ്പൊ ഇവിടെ ആരല്ല? ഇവിടെ ആരും ഇല്ല. എനിക്കൊരു കൈത്താങ്ങിനാണ് ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നോക്കുമ്പോ പിറ്റേ ദിവസം തന്നെ വിരുന്ന് മന്ത്രം എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ആ ചെക്കൻ്റെ കയ്യിൽ പൈസയും കൂടെ വേണ്ടേ? കുറച്ച് കഴിയട്ടെ. കല്യാണം നടത്തിയിട്ട് തന്നെ ഒരുപാട് പൈസ ആയിട്ടുണ്ട്. അങ്ങോട്ട് വിളിച്ചു പറഞ്ഞതാണോ ഇനിയിപ്പോ? അല്ലമ്മേ, ഞാൻ പറഞ്ഞൊന്നുമല്ല. എന്നാ ശരി, വീട്ടിലേക്ക് വിളിച്ചിട്ട് പറയും കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വിരുന്ന് മന്ത്രമൊക്കെ ആയിട്ട് വരാന്ന്. ശരി, പൊക്കോ. ശരി, ഞാൻ വിളിച്ചു പറയാം.